നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. മിസ്റ്റർ ഗുപ്ത അക്കംപനീഡ് ബൈ ഹിസ് 2 സൺസ് ഡാഷ് ഗോയിങ് ഓൺ എ ടൂർ എബ്രോഡ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് കോൺകോർഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇവിടെ അക്കംപനീഡ് ബൈ ക്ക് ഇടയ്ക്ക് വന്നിട്ട് രണ്ടിടത്ത് എന്ത് വന്നിരിക്കുന്നു? നൗൺ വന്നിരിക്കുന്നു. മിസ്റ്റർ ഗുപ്തയും ഹിസ് 2 സൺസും. ഇങ്ങനെ ഇത്തരത്തിൽ വരികയാണെങ്കിൽ, അതായത് രണ്ട് നൗണുകൾക്കിടയ്ക്ക് അക്കംപനീഡ് ബൈ അല്ലെങ്കിൽ അക്കംപനീഡ് വിത്ത് എന്ന രീതിയിൽ വരികയാണെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പ് വന്നിരിക്കുന്ന നൗണിനെ ആയിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. അതായത് അക്കംപനീഡ് എന്ന് പറയുന്ന വാക്കിന് തൊട്ടു മുമ്പ് വന്നിരിക്കുന്ന നൗണിനെ പരിഗണിക്കണം. ഇവിടെ നോക്കാം, മിസ്റ്റർ ഗുപ്ത എന്നുള്ളതാണ് തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ തൊട്ടു മുമ്പ് വന്നിരിക്കുന്നത് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. ഈ തൊട്ടടുത്ത് വരുന്ന സമയം പ്ലൂറൽ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇവിടെ മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന ഒറ്റയാളേ ഉള്ളൂ, അപ്പോൾ അത് സിംഗുലർ ആണ്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിംഗുലർ എന്ന് പറയുന്നത് ഈസും ഹാസുമാണ്. ഒരിക്കലും ഹാസിന് ശേഷം വി വെർബ് പ്ലസ് ING ഫോം വരത്തില്ല, അല്ലെങ്കിൽ ING ഫോമിലുള്ള വെർബ് വരികയില്ല. ഹാസിന് ശേഷം എങ്ങനെയുള്ള വെർബാണ് വരേണ്ടത്? V3 ഫോമാണ് വരേണ്ടത്. ഹാസ് ഓർ ഹാവ് ഓർ ഹാഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ V3 ഫോമാണ് വരേണ്ടത്. ഇനി ING ഫോമുള്ള വെർബ് എന്തിനു ശേഷമായിരിക്കും വരിക? ബി ഫോംസിന് ശേഷമായിരിക്കും വരിക. അപ്പൊ ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഈസ്, ആം, ആർ, വാസ്, വേറൊക്കെയാണ് ബി ഫോംസ്. അതിൽ ഈസ് എന്ന് പറയുന്നതാണ് ബി ഫോം ആണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ ആയിരിക്കും ഈസ് ആയിരിക്കും. ഇതായിരിക്കും ഈസ്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത അക്കംപനീഡ് ബൈ ഹിസ് 2 സൺസ് ഈസ് ഗോയിങ് ഓൺ എ ടൂർ എബ്രോഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡാഷ് ഫർണിച്ചർ അറൈവ്ഡ് ഫോർ യു ദിസ് മോർണിംഗ്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഫർണിച്ചർ വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ദ വരുമോ, എ വരുമോ, ആൻ വരുമോ, സം വരുമോ? നമ്മൾ ഒരിക്കലും എയും ആനും പറയാറില്ല. എ ഫർണിച്ചർ എന്ന് പറയത്തില്ല, ആൻ ഫർണിച്ചർ എന്ന് പറയത്തില്ല. അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ ദ ആണോ സം ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ദ വരണമെങ്കിൽ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ്. അതായത് ഈ ഫർണിച്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കണം. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ദായി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്ത് പറ്റത്തുള്ളൂ? സം എന്ന് പറയുന്ന സംഭവം നമുക്ക് ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പൊ സം ഫർണിച്ചർ, നമ്മൾ ഫർണിച്ചേഴ്സ് എന്ന് പറയത്തില്ല. കാരണം ഫർണിച്ചർ എന്നുള്ളതിന്റെ പ്ലൂറലും സിംഗുലറും എന്ത് തന്നെയാണ്? ഫർണിച്ചർ എന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ടത് കുറച്ച് ഫർണിച്ചർ വന്നു എന്നർത്ഥത്തില്ല, നിങ്ങൾക്ക് വേണ്ടി വന്നു എന്നർത്ഥത്തില്ല. അപ്പം ഇവിടെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ സം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് പേപ്പർ മെയ്ഡ്? ഇവിടെ എന്താണ് ഡാഷ് കൊണ്ട് നമ്മൾ സങ്കല്പിക്കുക. ഇപ്പൊ പേപ്പർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം വിത്ത് ഓഫ് ആയിരിക്കുമോ, വിത്ത് ആയിരിക്കുമോ, ഓൺ ആയിരിക്കുമോ, അപ്പോൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് കൊണ്ട് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ട് എന്നൊരു അർത്ഥം വരാൻ വേണ്ടിയാണ് നമ്മൾ ഓഫ് ഉപയോഗിക്കുന്നത്. അല്ലെ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടുണ്ടാക്കി എന്ന രീതിയിൽ ചോദ്യം വരണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കണം? ഓഫ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആൻസർ ഓഫ് ആണ്. അപ്പൊ വാട്ട് ഈസ് പേപ്പർ മെയ്ഡ് ഓഫ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വെൻ ഐ ലെഫ്റ്റ് ദ ഹൗസ് ഐ ഡാഷ് ഓൾ ദ റൂംസ്. ഞാൻ വീടിന് വിട്ടപ്പോൾ ഞാൻ എല്ലാ റൂമും ക്ലോസ് ചെയ്തിരുന്നു എന്നർത്ഥമില്ല. ദാറ്റ് മീൻസ് എല്ലാ റൂമുകളും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അവൻ എന്ത് ചെയ്ത് ആ വീട് വിട്ട് പോയതെന്നർത്ഥത്തില്ല. അപ്പൊ ഇവിടെ രണ്ട് ഭൂതകാല അല്ലെങ്കിൽ കഴിഞ്ഞകാല ക്രിയകളാണ്. അങ്ങനെ രണ്ട് കഴിഞ്ഞകാല ക്രിയകളെ കുറിച്ച് പറയുമ്പോൾ കാലതാമസമുള്ള രണ്ട് ഭൂതകാല ക്രിയകളെ അല്ലെങ്കിൽ കഴിഞ്ഞകാല ക്രിയകളെ കുറിച്ച് പറയുമ്പോൾ അതിലേതാണോ ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം എഴുതേണ്ടത്. രണ്ടാമത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലായിരിക്കണം എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടാമത് നടന്ന ക്രിയയാണ്. അപ്പൊ ആദ്യം നടന്നത് എന്താണ്? റൂമുകൾ ലോക്ക് ചെയ്തു എന്നുള്ളതാണ്. അതായിരിക്കണം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ചുരുക്കം ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ്. അങ്ങനെ ഹാഡ് പ്ലസ് V3 എന്ന് വന്നിരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി ആണ്. ഇനി അടുത്ത ചോദ്യം. ഹി സെഡ് ഐ ഷാൽ കം. ദിസ് ക്യാൻ ബി റീറൈറ്റ് ഇൻ ഇൻഡയറക്റ്റ് സ്പീച്ച് അസ്. ഇപ്പൊ റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അതായത് ഹി സെഡ് ഐ ഷാൽ കം എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ റിപ്പോർട്ടർ സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഹി സെഡ് ദാറ്റ് ഹി ഷാൽ കം, ഹി സെഡ് ദാറ്റ് ഹി മൈറ്റ് കം, ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം, ഹി സെഡ് ദാറ്റ് ഹി ഷുഡ് കം. പലരും ഹി സെഡ് ദാറ്റ് ഹി ഷുഡ് കം എന്നെഴുതാൻ ചാൻസ് ഉണ്ട്. കാരണം ഹി സെഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെൻസ് മാറണം, ഷാൾ എന്തായി മാറണം, ഷുഡ് ആവണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇതായിരിക്കും ആൻസർ എന്ന് പലരും ചിന്തിക്കും. പക്ഷേ ഇവിടുത്തെ സെൻസ് നമ്മൾ നോക്കണം. കാരണം വില്ലും ഷാളും വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതായത് ഫസ്റ്റ് പേഴ്സൺ സാധാരണഗതിയിൽ നമ്മൾ കാരണം ഇത് ഫ്യൂച്ചർ ടെൻസിലാണല്ലോ നമ്മൾ വില്ലും ഷാളും ഉപയോഗിക്കുന്നത്. അങ്ങനെ വില്ലും ഷാളും നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ടെൻസിന്റെ സഹായക്രിയകളാണ്. അപ്പൊ വില്ലും ഷാളും ഫ്യൂച്ചർ ടെൻസിൽ സഹായക്രിയകളായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ സാധാരണ ഭാവിയിൽ വെച്ചാൽ ഭാവി കാലത്ത് നമുക്ക് രണ്ടായി തിരിക്കാം. സാധാരണ ഭാവി എന്നും പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള ഭാവി കാലമായിട്ട്. ഇപ്പൊ സാധാരണ ഭാവി കൊണ്ട് എന്താ നമ്മൾ ഇപ്പോൾ ഒരാൾ പറയാം ഞാൻ വരാം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ആൾ വരാതെ ഇരിക്കാം. എന്നാൽ ഞാൻ വന്നിരിക്കും എന്ന് പറയുമ്പോൾ അതിനകത്തുണ്ട് ഒരു ഉറപ്പുണ്ട്. അപ്പം സാധാരണ ഭാവി ഒരു ഉറപ്പ്, ഒരു വാഗ്ദാനം, അല്ലെ ഒരു ഗൗരവമേറിയ കാര്യങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവി കാലം. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഭാവി കാലം ഉണ്ട്. അപ്പൊ സാധാരണ ഭാവിയിൽ നമ്മൾ പറയുമ്പോൾ സാധാരണ ഭാവിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഐയോ വിയോ വരും. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫസ്റ്റ് പേഴ്സൺ വരികയാണെങ്കിൽ നമ്മളിവിടെ ഷാൾ ഉപയോഗിക്കണം. എന്നാൽ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ വരികയാണെങ്കിൽ നമ്മളവിടെ എന്ത് ഉപയോഗിക്കണം? വില്ല് ഉപയോഗിക്കണം. യു, ഹി, ദേ, ഷി എക്സെട്ര ഒക്കെ വരുമ്പോൾ നമ്മളിവിടെ വില്ലും ഉപയോഗിക്കണം. ഏത് സാഹചര്യത്തില? സാധാരണ ഭാവിയിൽ പറയുമ്പോൾ. എന്നാൽ ഒരു തീർച്ച, ഗൗരവം, പ്രതിജ്ഞ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഭാവി കാലങ്ങളെ സൂചിപ്പിക്കാൻ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഫസ്റ്റ് പേഴ്സൺ വരുവാണെങ്കിൽ നമ്മൾ വില്ലും, സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ വരികയാണെങ്കിൽ നമ്മൾ ഷാളും ഉപയോഗിക്കണം. ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് പേഴ്സൺ ആണ് ഐ. ഐയുടെ കൂടെ എന്താ വന്നിരിക്കുന്നത്? ഷാളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പേഴ്സണോട് കൂടി ഷാൾ വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? സാധാരണ ഭാവിയിലാണ്. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം സാധാരണ ഭാവിയിലാണ് പറയുന്നത്. കാരണം ഐ ഷാൾ കം എന്ന് പറയുമ്പോൾ ഞാൻ വരാം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ അതിന് ഉറപ്പില്ല, ഞാൻ വരാതെയും ഇരിക്കാം. അപ്പൊ ഇതേ സെൻസ് തന്നെ നമ്മൾ നിലനിർത്തണം. എപ്പോഴാ? ഇതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ. അപ്പൊ ഇവിടെ നോക്കുക, ഹി സെഡ് എന്നുള്ള ഹി സെഡ് എന്താവും? പിന്നെ ദാറ്റ് വരണം. ഹി സെഡ് ദാറ്റ് എന്ന് വരും. ഇനി ഐയെ നമ്മൾ എന്താക്കുന്നു? ഹി ആയി മാറും. ഹി ആയി മാറുമ്പോൾ പിന്നെ ഇവിടെ ഹി ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക. ഈ ഹി എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സൺ ആണ്. അപ്പൊ തേർഡ് പേഴ്സന്റെ കൂടെ സാധാരണ ഭാവിയിൽ നമ്മൾ എന്തേ ഉപയോഗിക്കത്തുള്ളൂ? ഫസ്റ്റ് പേഴ്സന്റെ കൂടെ സാധാരണ ഭാവിയിൽ നമ്മൾ ഷാൾ ഉപയോഗിക്കും. എന്നാൽ സെക്കൻഡ് പേഴ്സന്റെ കൂടെയോ തേർഡ് പേഴ്സന്റെ കൂടെയോ നമ്മൾ സാധാരണ ഭാവിയിൽ നമ്മൾ എന്ത് ഉപയോഗിക്കത്തുള്ളൂ? വില്ലേ ഉപയോഗിക്കത്തുള്ളൂ. എന്ത്? വിൽ. അപ്പൊ ഇവിടെ വില്ലായി മാറും. അപ്പൊ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഹൈയെ ഹീയാക്കി മാറ്റുന്ന സാഹചര്യത്തിൽ അതിനോടൊപ്പം തന്നെ ഈ ഷാൾ എന്തായി മാറുന്നു? വില്ലായി മാറും. അപ്പൊ ഹി വിൽ കം എന്നുള്ളതായി മാറുന്നു. അങ്ങനെ അതിനെ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വില്ല് എന്തായി മാറണം? വുഡായി മാറണം. എന്തായി മാറണം? വുഡ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഹി സെഡ് ദാറ്റ് ഹി ഷുഡ് കം എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് എന്തായി മാറും? ഇത് സെൻസ് മാറും. കാരണം തേർഡ് പേഴ്സന്റെ കൂടെയും സെക്കൻഡ് പേഴ്സന്റെ കൂടെയും ഷാൾ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു തീർച്ച അല്ലെങ്കിൽ ഒരു ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഷുഡ്. അപ്പൊ നമ്മൾ ഹി ഷുഡ് കം എന്ന് പറയുമ്പോൾ തീർച്ചയായി മാറും. അത് തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞതുപോലെ ആയി മാറും. അങ്ങനെ വരാൻ പാടില്ല. ഇതേ സെൻസ് തന്നെ നിലനിർത്തണം. അങ്ങനെയാകുമ്പോൾ ഈ ഐയെ നമ്മൾ ഹി ആക്കി മാറ്റുന്നു. അപ്പോൾ തന്നെ ഈ ഷാൾ എന്തായി മാറുന്നു? വില്ലായി മാറുന്നു. കാരണം തേർഡ് പേഴ്സന്റെ കൂടെ വില്ലാണ് സാധാരണ ഭാവിയിൽ ഉപയോഗിക്കേണ്ടത്. ഇനി ഇതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വില്ല് മാറി എന്തായി മാറുന്നു? വുഡായി മാറും. അപ്പൊ അങ്ങനെ നമ്മുടെ ആൻസർ ഹി സെഡ് ദാറ്റ് ഹി വുഡ് കം എന്നുള്ള രീതിയിലേക്ക് വരും. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അറേഞ്ച് ഇൻ ടു പ്രോപ്പർ സെന്റൻസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൻ ഓൾഡ് മാൻ സാ ഐ ക്രോസിംഗ് ദ റോഡ്. ഇത് വളരെ സിമ്പിൾ ആണ്. എന്താണ്? ഐ സാ ആൻ ഓൾഡ് മാൻ ക്രോസിംഗ് ദ റോഡ് എന്നേ വരത്തുള്ളൂ. എന്നുവെച്ചാൽ ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ വെർബ് വരണം, പിന്നെ ഒബ്ജക്റ്റ് വരണം, പിന്നെ ബാലൻസ് വരണം. അപ്പോൾ ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഇവിടുത്തെ വെർബ് സോയാണ്, ഇവിടുത്തെ ഒബ്ജക്റ്റ് ആൻ ഓൾഡ് മാൻ ആണ്, പിന്നെ ബാലൻസ് ആണ് ക്രോസിംഗ് ദ റോഡ്. അങ്ങനെ ആകുമ്പോൾ ഐ സാ ആൻ ഓൾഡ് മാൻ ക്രോസിംഗ് ദ റോഡ് എന്നുള്ള ഈ ഓപ്ഷനാണ് ശരിയായിട്ട് വരിക. ബി എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ഹോണസ്റ്റി ഈസ് എ വെർച്യൂ. ഇറ്റ് ഈസ് എൻ എക്സീഡിംഗ്ലി വൈസ് പോളിസി ഡാഷ്. അതായത് ഹോണസ്റ്റി ഈസ് എ വെർച്യൂ. സത്യസന്ധത എന്ന് പറയുന്നത് നന്മയായിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് എൻ എക്സീഡിംഗ്ലി വൈസ് പോളിസി. അത് വളരെ നമ്മുടെ വയസ്സായിട്ടുള്ള ഒരു പോളിസിയും കൂടെ ആണ് എന്നാണ് പറയുന്നത്. പോളിസിയും കൂടെ, അതും കൂടെ എന്ന് പറയണമെങ്കിൽ നമ്മളോട് എന്താണ് ഉപയോഗിക്കുന്നത്? ടു ആണ് ഉപയോഗിക്കുന്നത്. എന്താണ്? ഈ ടൂന് ഓൾസോ എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഹോണസ്റ്റി ഈസ് എ വെർച്യൂ. ഇറ്റ് ഈസ് എൻ എക്സീഡിംഗ്ലി വൈസ് പോളിസി ടു എന്നാണ് വരേണ്ടത്. നോക്കുക, അടുത്ത ചോദ്യം നോക്കുക. ഇഫ് ഐ ഹാഡ് £1,000,000 ഡാഷ്. അപ്പൊ ഇത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഐ ഹാഡ് ബോട്ട്
an estate, I will buy an estate, I would buy an estate, I would have bought an estate. ഇവിടെ നോക്കുക, ഇവിടുത്തെ ഇഫ് ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഹാഡ് കണ്ടുകൊണ്ട് പെട്ടെന്ന് ആൾക്കാർ എന്തെങ്കിലും ചാടി ഈ വുഡ് ഹാവ് എന്നുള്ള രീതിയിൽ എഴുതി വെക്കും. എന്നാൽ ഇവിടെ നോക്കുക, ഇവിടെ ഹാഡിന് ശേഷം എന്തില്ല, ഒരു വെർബില്ല. ഇപ്പൊ ഹാഡ് എന്ന് മാത്രമേ ഉള്ളൂ. ഹാഡിന് ശേഷം ഒരു V3 വരുമ്പോഴേ അതെന്തായി മാറുന്നുള്ളൂ, ഹാഡ് പ്ലസ് V3 എന്ന രീതിയിൽ വരുമ്പോഴേ ഇതെന്തായി മാറുന്നുള്ളൂ, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ഇഫ് ക്ലാസ് പാസ്റ്റ് പെർഫെക്റ്റിൽ വരുമ്പോഴാണ് നമ്മൾ ഐ വുഡ് ഹാവ് ബോട്ട് എന്ന രീതിയിൽ വുഡ് ഹാവ് ഷുഡ് ഹാവ് ഒക്കെ എഴുതേണ്ടത്. എന്നാൽ ഇവിടെ ഹാഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇത് ഹാഡ് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ പാസ്റ്റ് ഫോമാണ്. അതായത് ഹാവിന്റെ സിമ്പിൾ പാസ്റ്റ് ഫോമാണ് ഹാഡ്. അപ്പോൾ ഇഫ് ക്ലാസ് സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ തുടർന്ന് വരേണ്ടത് നമ്മൾ എങ്ങനെ എഴുതാവും, വുഡ് ഷുഡ് കുഡ് പ്ലസ് V1 എന്ന രീതിയിലാണ് എഴുതേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. എന്തായിരിക്കും, സി എന്ന് പറയുന്ന ഓപ്ഷൻ. അങ്ങനെ ആകുമ്പോൾ ഇഫ് ഐ ഹാഡ് £1,000,000 ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ് എന്നുള്ളതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.